വിസ്മയ, ഉത്ര, തുഷാര, പ്രിയങ്ക, അർച്ചന, സുചിത്ര മാറുന്നത് പേരുകൾ മാത്രമാണ്. കേരളത്തിൽ സ്ത്രീധന തർക്കവുമായി ബന്ധപ്പെട്ട കേസുകൾ ഉയരുകയാണ്. 28 കുടുംബ കോടതികളിലായി 1.25 ലക്ഷം കേസുകളാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം മരിച്ച വിഷ്ണുജയുടെ കാര്യവും ഇതൊക്കെ തന്നെയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പ്രബിന്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ വിഷ്ണുജയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സായ പ്രബീൻ 2 വർഷം മുമ്പായിരുന്നു വിഷ്ണുജയെ വിവാഹം ചെയ്തത്. മറ്റ് സ്ത്രീകളുമായി പ്രബിന് ബന്ധമുണ്ടെന്ന് വിഷ്ണുജ പരാതി പറഞ്ഞിരുന്നു. ഇതെല്ലാം വിഷ്ണുജയുടെ കുടുംബമാണ് പറയുന്നത്. കുടുംബത്തിന്റെ പരാതിയിൽ പ്രബിനെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. മലപ്പുറം എളങ്കൂരിൽ ഭർത്തൃ വീട്ടിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജയെ ഭർത്താവ് പ്രബീൻ ശാരീരികമായും ഉപദ്രവിക്കാറുണ്ടെന്ന് വെളിപ്പെടുത്തി യുവതിയുടെ സുഹൃത്തും ഇന്ന് രംഗത്തെത്തുകയുണ്ടായി. ഭാര്യയുടെ കഴുത്തിന് കയറി പിടിക്കാറുണ്ടായിരുന്നുവെന്നും അടിക്കുമെന്നാണ് ആരോപണം. വിഷ്ണുജയുടെ വാട്സ്ആപ്പ് പ്രബിന്റെ ഫോണിൽ കണക്റ്റഡ് ആയിരുന്നു. ഫോണിലൂടെ പോലും ബുദ്ധിമുട്ട് പങ്കുവയ്ക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നുവെന്ന് സുഹൃത്തും കൂട്ടിച്ചേർത്തു. ഭർത്താവ് പ്രബിൻ വിഷ്ണുജയെ മർദ്ദിച്ചിരുന്നുവെന്നും അതിനുശേഷം മാപ്പ് പറഞ്ഞ് കാല് പിടിക്കുമെന്നും വിഷ്ണുജ പറഞ്ഞിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു. കാല് പിടിച്ച് പിന്നാലെ വരുന്നതോടെ വിഷ്ണുജ ക്ഷമിക്കുമെന്നും വീട്ടിൽ ഇക്കാര്യം സംസാരിക്കണമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും കൂട്ടുകാരും പറഞ്ഞു. വീട്ടിൽ പറയണമെന്ന് പറയുമ്പോൾ പ്രബിൻ പാവമാണെന്നും സോറി പറഞ്ഞു. താൻ നേരെയാക്കി എടുത്തോളാമെന്നും നിങ്ങളാരും സംസാരിക്കേണ്ടതില്ലെന്നും വിഷ്ണുജ പറയാറുണ്ടായിരുന്നുവെന്നും സുഹൃത്തുക്കൾ ഓർത്തെടുക്കുന്നു.